ഒരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായിട്ട് വിചാരിക്കുന്നു. മോനെ ഇതൊന്നും അറിയിക്കരുതെന്നാ ജാനകിയമ്മ പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ കാര്യം പറ. നമ്മുടെ ഈ ഓഫണേജ് ഇരിക്കുന്ന കെട്ടിടത്തിന്റെ ഓണറില്ലേ തമ്പിതുരെ, നമ്മുടെ വാടക പുള്ളി പെട്ടെന്നങ്ങ് കൂട്ടി. നിന്നെ കൊണ്ടൊന്ന് സംസാരിപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ജാനകിയമ്മ കേൾക്കുന്നില്ല. അതെന്താ? ആ തമ്പിതുരുടെ വായിലിരിക്കണത് നിന്നെ കൂടെ കേൾപ്പിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. എന്റെ വായിൽ നാവ് തന്നെ ഉള്ളത്. ഏതായാലും ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. അരവിന്ദേ, അണ്ണനിപ്പോ ഇവിടെയാണോ? കുറച്ചു നാളായിട്ട് എവിടെയാ? നീ എന്നെ എവിടെ? തമ്പി സാറിനൊന്ന് കാണാൻ വന്നു. ഞങ്ങളുടെ ഓർഫനേജ് ഇല്ലേ, അതിന്റെ ഒരു കാര്യം സംസാരിക്കാൻ വന്നു. ഓ, ആ കെട്ടിടത്തിന്റെ കേസാണോ? അവിടുത്തെ അമ്മ 4-5 തവണ വന്നായിരുന്നല്ലോ. നടപടിയൊന്നും ഉണ്ടാകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അല്ല, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോ. തമ്പി സാറിനോട് പറയുന്നതിനൊക്കെ നീ വല്ല പോത്തിന്റെയും അല്ല ബാക്കി ചെന്ന് പറയുന്ന ഒച്ച തട്ടി കഴിയുമ്പം അത് ചിലപ്പോ പാലെങ്കിലും വിളക്കിയെന്നിരിക്കും. അത്രയ്ക്ക് പ്രശ്നക്കാരനാണ്. ഞാനൊരു ചെറിയ സഹായം ചോദിച്ചു വന്നാണ് സാർ. முடியாது. അത് ഞാനിപ്പോ ചോദിച്ചത് പോലുമില്ലല്ലോ. உதவின்னு யார் கேட்டு வந்தாலும் எப்போ நான் முடியாதுன்னு தான் சொல்லுவேன். ഞാൻ അനാഥാലയത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്ന. ആ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്താ தெரியுமா? സാർ ആദ്യം പറഞ്ഞ വാടക കൃത്യമായിട്ട് തന്നോണ്ടിരുന്നല്ലേ സാർ? യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വാടക കൂട്ടിയാ? ഏയ്, വാടക കൂട്ടുന്നതും കുറയ്ക്കുന്നതും എന്റെ ഇഷ്ടം. അത് എന്റെ പ്രോപ്പർട്ടിയാണ്. നീ ഏതും കമാൻഡ് ചെയ്യ വേണ്ടതില്ല. ഇതൊക്കെ ഒരു സേവനം കൂടിയല്ലേ സാർ? എന്താ സേവയാ? സേവ ചെയ്യാൻ ഞാൻ എന്താ ട്രസ്റ്റ് വെച്ചിട്ടുണ്ട്? അവള് ആക്രം தான் நீ கட்டு வாடகைய. സാർ ഞാൻ പറയുന്ന ഒന്ന്. നീ ഒന്നും சொல்ல வேணாம், இடத்த காலி பண்ணு. സാർ ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ആ പറ. സാറിന്റെ മൂടത്ര ശരിയല്ലെന്ന് തോന്നുന്നു. എന്റെ മൂടും ചന്തയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സാർ ഒരു ദിവസം ഞങ്ങളുടെ ഓർഫനേജ് വരെ വരണം. അവിടുത്തെ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെ മനസ്സിലും ഒരു ചിരി തെളിയും. ഞാൻ சிரிக்க மாட்டேன். അതിപ്പോ സാർ ദേഷ്യത്തിലായതുകൊണ്ടല്ലേ? ஏய், நான் எப்பவுமே சிரிக்க மாட்டேன்டா. സാറിന്റെ മൂഡ് മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? யாரா இவன்? ஒண்ணுமே புரியல உனக்கு? நான் சிரிக்க மாட்டேன்டா. എന്നാലും ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്. ഇഞ്ചി കടിച്ചു പോലത്തൊരു മുഖം. 4-5 കൊല്ലം മുമ്പ് ഇവരുടെ മോനെ അന്യാധികാരി പെണ്ണെ അടിച്ചോണ്ട് പോയി രജിസ്റ്റർ കല്യാണം കഴിച്ചു. അതിൽ പിന്നെ ഇങ്ങനത്തെ മുരഞ്ഞ സ്വഭാവം എന്നാ കേൾക്കുന്നത്. രണ്ടുപേരും പിന്നൊന്ന് ചിരിച്ചിട്ട് പോലുമില്ല. കല്യാണം കഴിക്കുന്നതിന് എന്താ പ്രശ്നം? ഒന്നേ ഉള്ളെന്ന് പറഞ്ഞ് തേനെ പാലെന്ന് വളർത്തിയില്ലേ. മോൻ ജാതി മാറി കെട്ടിയത് ഇവരുടെ അഭിമാനത്തിന് വലിയ അടിയായി പോയി. ആ മൂച്ചി ചെറുക്കനെ പടിയടച്ച് പിണ്ണോം വെച്ചു. എന്നിട്ടെന്നെ അവനും അവളോട് ലാവിഷായിട്ട് ജീവിക്കും. ഇവരിവിടെ തലമുറുക്കം പിടിച്ച പോലത്തെ മോന്തയായിട്ട്.